100 ഡേ ചലഞ്ചിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് 21 ഓർഡറും 1428. ഹായ് ഫ്രണ്ട്സ്, സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 100 ഡേ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണിത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഓർഡർ അടിച്ച് നമുക്ക് ലഞ്ച് ഹോമിൽ നിന്നാണ് ഓർഡർ അടിച്ച്. ഓർഡർ റെഡി ആയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയാണ്, 1442 രൂപ. അത് ചിലവ് കഴിഞ്ഞ് 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് വീട്ടിൽ ഗ്യാസ് കയറുന്നത് 1000 രൂപ വീട്ടിൽ ഞാൻ കൊടുത്തു. ഇതാണ് കൈസ് നമ്മളെ ചലഞ്ച്. നമുക്കങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. വാഴയില ഫ്രൈയും വാഴയില റൈസും അയില ഫ്രൈയുമാണ്. അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേ ചലഞ്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, 14 തീയതിയാണെന്ന്. അപ്പോൾ നമ്മൾ 100 ദിവസം കൊണ്ട് കൊല്ലത്ത് സൊമാറ്റോയിൽ ഓടി നമ്മൾ ഒരു ഫ്രീഡം ബജാജ് ഫ്രീഡം 125 CN വല്ലാത്ത പേര്. അപ്പോൾ അതെടുക്കാനാണ് പ്ലാൻ. അതെടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സ്വപ്നയാത്ര എന്താണ് ഓൾ ഇന്ത്യ ട്രിപ്പ്, അതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട്. ഇത് എങ്ങോട്ടാണ്? ഇത് RCC മെഡിക്കൽ കോളേജ്. നമ്മൾ ആദ്യത്തെ ഓർഡർ കൊടുത്തിട്ട് വന്ന് തിരിച്ച് നേരെ കൊട്ടിയത്ത് എത്താറായപ്പോഴാണ് രണ്ടാമത്തെ ഓർഡർ ഇവിടുന്ന് തന്നെ അടിച്ചത്, ലഞ്ച് ഹോമിൽ നിന്ന് തന്നെ. പിന്നെ അവിടുന്ന് നേരെ കൊട്ടിയത്ത് നിന്ന് തിരിച്ച് വന്നു. ഈ ഓർഡർ മയ്യനാടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ കൊട്ടിയത്ത് പോവാം. അങ്ങനെ രണ്ടാമത്തെ ഓർഡറായി. 1 മണിക്കൂറിൽ തന്നെ രണ്ടാമത്തെ ഓർഡറായി. നമ്മളെ ചലഞ്ചിലെ രണ്ടാമത്തെ ദിവസം നമുക്ക് പൈസ സാധനം എടുക്കാം. നമ്മൾ അങ്ങനെ രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ ചെന്നപ്പോഴാണ് ഒരു തമാശ. ഞാൻ ഫസ്റ്റ് ഓർഡർ കൊടുത്ത് നേരെ കൊട്ടി എത്താറായി. മയിലക്കാട് ഇറങ്ങി കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഓർഡർ അടിച്ചത്. ആ സമയത്ത് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് സൊമാറ്റോയിൽ. അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അവനിക്ക് അടിച്ചില്ല, എന്നെ കൊട്ടിയത് ഓടിച്ച് അവനിക്ക് കൊടുക്കുന്നു. ഇപ്പോൾ സമയം 12:57, 1 മണി ആയിട്ടുണ്ട്. 1 മണിക്ക് നമുക്ക് 2 ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ഓർഡറും കൊണ്ട് നമ്മൾ നേരെ പോവും. ഇത് നേരെ കൊട്ടിയതാണ് കേട്ടോ. നമ്മൾ എണ്ണ അടിച്ചില്ല. സാധാരണ കൊട്ടിയതിൽ നിന്നാണ് അടിക്കുന്നത്, അല്ല ഓയിൽ നിന്നാണ് അടിക്കുന്നത്. ഇപ്പം നയാര പമ്പ് ഇവിടെ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് നയാര പമ്പ് ചെയ്തും അടിക്കും. പക്ഷെ ഇന്ന് ആ പമ്പ് തുറന്നില്ല. ഈ പമ്പ് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഓയിലിന് അടിക്കാതെ വന്നത് ഈ പമ്പിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്, നയാര പമ്പിൽ. ഇതാണ്ട് പമ്പ് അടച്ചിട്ടത്. ഇനി ഞാൻ എങ്ങനെ വിശ്വസിച്ച് ഇനി ഞാൻ പോയിരുന്നു എണ്ണ അടിച്ചിട്ടേ വരും. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചു. രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത ഉടനെ തന്നെ അടുത്ത ഓർഡർ അടിച്ചു. അത് ഡ്രീംസ് മാളിൽ നിന്നാണ് അടിച്ചത്. ചെറിയ ഓർഡറാണ് കേട്ടോ, 3 കിലോമീറ്റർ ദൂരമുള്ള ഒരു ചെറിയ ഓർഡറാണ്. അപ്പം നമ്മൾ ഡ്രീം മാളിൽ പോകുന്നതിന് മുമ്പ് പോയി എണ്ണ അടിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാടും. അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഫുഡ് എടുക്കാം. ഫുഡ് എടുത്തിട്ട് ഇത് എവിടെയാണെന്ന് നോക്കാം. ഏത് ആദ്യം നമ്മൾ 250 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. 3ാമത്തെ ട്രിപ്പ് ഡെലിവറി ചെയ്ത ഉടനെ തന്നെ നമുക്ക് 4ാമത്തെ ട്രിപ്പ് കിട്ടി. പക്ഷേ അത് ഇച്ചിരി ലോങ് ആണ്. ഇപ്പം 58 കിലോമീറ്റർ ആണ് ഇവിടെ. ഇങ്ങോട്ടല്ലേ? ഓ മൈ ഗോഡ്, ഇത് കണ്ണനല്ലൂരിലത്തെ കേക്ക്. എവിടെയാണ്? കണ്ണനല്ലൂരിലത്തെ ഹോട്ട് കേക്ക് ആയിരുന്നു. ഞാൻ കൊട്ടിയത്തൊന്നും പറഞ്ഞങ്ങ് പോയതാ. മാപ്പിടാതിരുന്ന വൻ കോമഡി ആയ. കൊട്ടിയത്ത് ചെന്നിട്ട് ഞാൻ നോക്കുമ്പോഴാണ് മക്കളെ കണ്ണനല്ലൂരായിരുന്നു കാണിക്കുന്നത്. പിന്നെ
5-6 കിലോമീറ്റർ വീണ്ടും ഓടേണ്ടി വന്നു. കണ്ണനല്ലൂരിലുള്ള ഹോട്ട് കേക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് തീരെ ഓർഡർ കുറവാണ് കേട്ടോ. സമയം 5 മണിയായി. നല്ല മഴക്കോൾ വരുന്നുണ്ട്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. 7 ഓർഡർ ആയിട്ടേ ഉള്ളൂ. നോക്കണേ, 7 ഓർഡർ ആയിട്ടേ ഉള്ളൂ. 326 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വെറും 7 ഓർഡർ ആയിട്ടേ ഉള്ളൂ. ഇന്ന് മിക്കവാറും ഫുൾ ഇൻസെൻറ്റീവ് അടിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എത്ര കിട്ടാൻ നോക്കാം. ഫ്രണ്ട്സ്, 5:45 നമുക്ക് 8 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്ത്. നല്ല മഴ പെയ്ത്. അപ്പം ഒരു ഓർഡർ കൊണ്ടു കൊടുത്തപ്പോൾ അതിന് റെയിൻ സർജ് ഒന്നും കിട്ടിയില്ല. പക്ഷേ അത് നമ്മൾ ഓർഡർ എടുത്ത് കൊടുക്കാറായപ്പോഴാണ് റെയിൻ സർജ് കിട്ടിയത്. ഇപ്പോൾ അടിച്ച ഓർഡറിന് 20 രൂപ റെയിൻ സർജ് ഉണ്ട്. 20 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ റെയിൻ സർജ് മഴയില്ലാത്തപ്പോൾ റെയിൻ സർജ് കിട്ടും. അടുപ്പിച്ച് മഴയായപ്പോൾ പിന്നെ റെയിൻ സർജ് പറഞ്ഞു. എന്തായാലും മഴയില്ലാത്ത ദിവസം 20 അവർ റെയിൻ സർജ് പറഞ്ഞു. അങ്ങനെ ഈ ട്രിപ്പിന് റെയിൻ സർജ് കിട്ടിയത് നമ്മൾ 9ാമത്തെ ട്രിപ്പാണ്. നമ്മളിപ്പോൾ കല്ലുംതാഴത്താണ് നിൽക്കുന്നത്. സമ്മർ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ അടിച്ചത്. 6:30 10ാമത്തെ ഓർഡർ അടിച്ചത്. ഇവിടെയാണ് അടിച്ചത്. ഈ സ്ഥലപ്പേര് ചന്ദനത്തോപ്പ് എന്നാണ് അടിച്ചത്. ചന്ദനത്തോപ്പിൽ നിന്ന് ഇവിടുന്ന് 6 കിലോമീറ്റർ അവിടെ എവിടെയോ അടിച്ചു വിട്ടു. ഇനി പോയിട്ട് വരട്ടെ. ഇവിടുന്ന് 6 കിലോമീറ്റർ ഏത് സ്ഥലം, ഏതോ ഒരു സ്ഥലം. അപ്പോൾ ഇപ്പം ടോട്ടൽ 9 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. 6:30 അങ്ങനെ 10ാമത്തെ ഓർഡർ അടിച്ചു. ഇന്ന് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിന് കൊണ്ട് തന്നെ ഓർഡർ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ 10ാമത്തെ ഓർഡർ കൊടുത്ത്. അത് കേരളപുരത്ത് നിന്ന് 6 കിലോമീറ്ററേ ഉള്ളായിരുന്നെങ്കിലും തിരിച്ച് അവിടുന്ന് കൊല്ലം ടൗണിലേക്ക് 15 കിലോമീറ്റർ പോകണമായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു സ്ഥലം. കായലിൻ്റെ കരയിൽ കൂടെയൊക്കെ കയറി കുത്തനെയുള്ള കയറ്റം കയറി പിന്നെ മൊത്തം ചെറിയ റൂട്ട് വഴിയൊക്കെ കുറച്ച് ദൂരം ഉള്ളായിരുന്നെങ്കിലും പറഞ്ഞ്. പക്ഷേ ഒരുപാട് ഓടി പണ്ടാരം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്തിട്ട് 1 സ്റ്റാർ കൊടുത്തിട്ട് അൺസേഫ് ഏരിയ എന്നും കൊടുത്തു. പിന്നെ ആ ഭാഗത്തോട്ട് ഓർഡർ അടിക്കാനുള്ള സാധ്യത കുറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറയില്ലേ? ഞാനങ്ങനെ ചില ഏരിയയിലൊക്കെ അൺസേഫ് എന്നും പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് അടിച്ചത് കേട്ടോ. വൈറ്റ് ഫോർട്ട് WYTFORT വൈറ്റ് ഫോർട്ട് കിച്ചൺ. വൈറ്റ് എന്നല്ലേ വായിക്കുന്നത് എന്തോ. ഇത് നമുക്ക് ഓർഡർ അടിച്ചത് ഇവിടുന്ന് 9 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. നമുക്ക് അടിച്ചപ്പോൾ അത്ര ദൂരമൊന്നും കാണിച്ചില്ല. പക്ഷേ ഒരു വിഷമവും ഇല്ല. ഇത് നമുക്ക് നേരെ തേവള്ളി ചിന്നക്കട ആ ഭാഗത്താ അടിച്ചേ. അതായത് വെള്ളയട്ടമ്പലത്തിൻ്റെ ആ ഭാഗത്താണ് അടിച്ചത്. നന്നായി. 9 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മൾ ഡെലിവറി ചെയ്തപ്പോൾ നമുക്ക് 84 രൂപയാണ് കിട്ടിയത്. നമുക്ക് അടുത്ത മൾട്ടി ഈ മൾട്ടി ഓർഡർ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഗൈസ്. മൾട്ടി ഓർഡർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇനി ഹോട്ടലിൽ ഡിലേ ആയാൽ മാത്രമേ ഉള്ളൂ. കാരണം പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് ഓർഡർ കുറവാണ്. ഓർഡർ കുറവപ്പം നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കണമെങ്കിൽ മൾട്ടി അടിച്ചേ പറ്റൂ. അങ്ങനെ മൾട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഓർഡർ എടുക്കാം. ആദ്യത്തെ ഹോട്ടലിൽ ഡിലേ ആയ മറ്റേ ഓർഡർ ട്രാൻസ്ഫർ കേസ്. ഇപ്പോൾ മൾട്ടി ഓർഡർ അടിച്ചിട്ട് കാര്യമില്ല, അത് കിട്ടണം. അങ്ങനെ നമ്മൾ ആ മൾട്ടി ഓർഡർ കൊടുത്തിട്ട് അത് സെയിം കസ്റ്റമർ ആയിരുന്നു. ഒരു 800 മീറ്റർ മാത്രമേ ഉള്ളായിരുന്നു ആ ഓർഡർ ഡെലിവറി ചെയ്യാൻ. പിന്നെ അടുത്ത മൾട്ടി കണ്ടപ്പോൾ 2ാമത്തത് RP മാളിൽ നമ്മൾ എടുക്കുകയാണ്. പക്ഷെ ആദ്യം അടിച്ച മൾട്ടിയിലേ നമുക്ക് മൾട്ടി ആയിട്ട് പോലും 23 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. എന്തല്ലേ. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ മൾട്ടിയാണ്. ഇതും കൂടെ കൊടുത്തു കഴിയുമ്പം 15 ഓർഡർ ആവും. അപ്പോൾ സമയം 8:15 ആയിട്ടുള്ളൂ. വളരെ ഫാസ്റ്റായിട്ടായിരുന്നു 2 മൾട്ടി കിട്ടിയത്. അങ്ങനെ 9 മണിയായി. 9 മണിയായപ്പോഴത്തേക്ക് നമ്മൾ 17 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ.
യെസ്, 17 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് 903 രൂപ. അത് 175 രൂപ ഇൻസെൻറ്റീവ് സഹിതം 903 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം 18ാമത്തെ ഓർഡർ എടുക്കാൻ പിസ്സ ഹട്ടിൽ നിൽക്കുകയാണ്. നമുക്ക് 30 രൂപ ടിപ്പും തന്നിട്ടുണ്ട്. ദിവ്യ ദിനേശാണ്. താങ്ക് യു ദിവ്യ ദിനേശ്. 19ാമത്തെ ഓർഡറുമായിട്ട് നമ്മൾ പോവുകയാണ്. ഇത് ഇന്ന് ചന്ദനത്തോപ്പിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് അൽത്താഫ് ടിപ്പ് 20 രൂപ ടിപ്പ് വന്നിട്ടുണ്ട്. ടോട്ടൽ ഇന്ന് 50 രൂപ ഓൺലൈൻ വഴി, ഓഫ്ലൈൻ വഴി ക്യാഷായിട്ട് നമുക്ക് 50-60 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സമയം രാത്രി 10:23 ആയിട്ടുണ്ട്. നമ്മൾ 20ാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. 20ഓ 19ഓ നോക്കട്ടെ. ഓക്കെ, 20ാമത്തത്. അപ്പോൾ ഏകദേശം ഇനി ഒരു ഓർഡറും കൂടെ മതി. 1291 ആയിട്ടുണ്ട്. രൂപ ആയിട്ടുണ്ട്. ഇനി ഒരു ഓർഡറും കൂടി അടിച്ചാൽ 100 രൂപയും കൂടെ കിട്ടും. ഇന്നും 1300 1400 സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത്. 100 ഡേയ്സ് ചലഞ്ചിലെ 2ാമത്തെ ദിവസത്തിലെ ലാസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ജാവി സിനിമാസിലാണ് നമുക്ക് ലാസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുന്നത്. 21ാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ 10:36 അടിച്ചിരിക്കുന്നത്. അല്ല, 10:36 ഓർഡർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നും ഫുൾ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മളങ്ങനെ ജാവി സിനിമാസിലെത്തിയിട്ടുണ്ട്. ആദ്യം എങ്ങോട്ടാണ് ഈ ഓർഡർ നോക്കാം. ഇവിടെ ഭയങ്കര ക്യാമറ പിടുത്തമാണ്. CCTV ക്യാമറയാണ്, ലൈവ് CCTV. കണ്ടോ, അയാൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു. ഫുഡ് റെഡിയല്ല. പേരൂരാണ്. 3.5 കിലോമീറ്റർ. കുഴപ്പമില്ല. നമുക്ക് അതുവഴി അങ്ങ് കണ്ണനല്ലൂർ ചാടി നേരെ വീട്ടിൽ പോകും. അങ്ങനെ 100 ഡേ ചലഞ്ചിലെ 2ാമത്തെ ദിവസം നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് 21 ഓർഡറും 1428 രൂപയാണ് ഗൈസ്. ഇന്ന് 400 രൂപയാണ് എണ്ണ ചിലവായിട്ടിരിക്കുന്നത്. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ 1000 രൂപ മീതിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത്, നമ്മളിപ്പോൾ കണ്ണനല്ലൂരാണ് ഗൈസ്. കണ്ണനല്ലൂരെത്തി ഇപ്പോഴാണ്. അങ്ങനെ നമ്മൾ 100 ഡേ ചലഞ്ചിലെ 2ാമത്തെ ദിവസം ഫുള്ള് ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നാളെ 3ാമത്തെ ദിവസം കാണാം. നാളെ മിക്കവാറും ഫുൾ വീഡിയോ എടുക്കത്തില്ല, ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഇടും. എല്ലാ ദിവസത്തേയും ഷോർട്ട് വീഡിയോ ഇടും. 100 ഡേയ്സ് ഷോർട്ട് വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ്. നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം. സൊമാറ്റോ വ്ളോഗ്, ഓൾ ഇന്ത്യ സൊമാറ്റോ വ്ളോഗ് നമുക്ക് ചെയ്യണം. പല മെട്രോ നഗരങ്ങളിൽ പോയി വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് 1428.